അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ കട്ടക്കുഴി കാട്ടുങ്കൽ പനച്ചിത്തറ പാടശേഖരത്ത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ദിവസം 10 കഴിഞ്ഞു. പക്ഷേ ഇതുവരെ നെല്ല് സംഭരിച്ചിട്ടില്ല. നെല്ല് ആരും അവർ വന്നിട്ട് എടുക്കുന്നില്ല. നെല്ല് മോശമാണ്, നമ്മൾ ഇട്ടു പോകുന്നു. ആദ്യം ഒരു വണ്ടി വന്ന് കുറച്ച് ഒരു മില്ലുകാരൻ വന്ന് 2 ലോഡ്, രണ്ടാമത്തെ മില്ലുകാരൻ വന്ന് 1 ലോഡ് കൊണ്ടുപോയി. അവർക്ക് വേണ്ട, അവർക്ക് പോകുമ്പോൾ 8ഉം 10ഉം ഒക്കെ ചോദിക്കുന്നത്, 12, 15 ചോദിച്ചാൽ നമ്മളെങ്ങനെ കൊടുക്കുന്നത്? നെല്ല് കിടക്കുക ഇഷ്ടം. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 30 ദിവസം ജനങ്ങളെ നേരിട്ട് കണ്ടു, ജനലക്ഷങ്ങളെ നേരിട്ട് കണ്ടു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 30 ദിവസം അദ്ദേഹം ഒരു ദിവസം 4 മണിക്കൂർ കണ്ട് പ്രസംഗിച്ചു. താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം സ്ട്രെയിൻ എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക, അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? എന്താ ബുദ്ധിമുട്ട്? കൊയ്ത്ത് കഴിഞ്ഞ് അല്പം വിശ്രമിക്കാമെന്ന് കർഷകർ കരുതിയെങ്കിലും ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. ഒരിക്കലും വിശ്രമിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 127 ഏക്കർ നിലം കൃഷികളാണ്. കൃഷിക്കാർക്ക് വലിയ നഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ അന്ന് 8 കിലോ എന്ന് പറഞ്ഞാൽ 8 കിലോയ്ക്ക് നമ്മൾ കൊടുക്കും. കാര്യം നമ്മൾ വാദിക്കും. കാരണം എന്ന് വെച്ചാൽ 8 കിലോ കൊടുക്കാനൊക്കെ നിൽക്കും. പക്ഷേ മില്ലുകാർക്ക് നെല്ല് വേണ്ട എന്നുള്ളതാണ് നമ്മൾ അവരെല്ലാവരും പറയുന്നത്. മിക്ക മില്ലുകാർക്കും ലോഡായിരിക്കുകയാണ്. പിന്നെ നെല്ലും വെളുപ്പാണ്. നെല്ലിന്റെ പണം കിട്ടുമ്പോൾ പലതും ചെയ്യാമെന്ന് പാവം കർഷകർ വീട്ടിലുള്ളവരോട് വാക്കു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 1 മാസം മുൻപ് നെല്ല് വിറ്റവർക്കും ഇതുവരെ പണം കിട്ടിയിട്ടില്ല. ഏപ്രിൽ 21 PRS കൊണ്ട് കൊടുത്തതാണ്. അപ്പം മാർച്ച് 30 വരെയുള്ള അലോട്ട്മെൻറ്റാണ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഉദ്യോഗസ്ഥരെല്ലാം വിന്യസിച്ചേക്കുന്നതുകൊണ്ടാണെന്നാണ് പറയുന്നത്. കാനറ ബാങ്കിലാണ് അമ്പലപ്പുഴ കൊടുത്തിരിക്കുന്നത്. ഇതുവരെയും കിട്ടിയിട്ടില്ല പൈസ. സ്കൂള് തുറക്കാൻ പോവുകയാണ്. ചിലവ് ഏറെയുണ്ട്. കടങ്ങളും വീട്ടണം. കടങ്ങൾ സ്വർണ്ണം പണയം വെച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക. അങ്ങനെ പൈസ എടുത്താൽ നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ പൈസ കിട്ടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ഇടുക്കിയൊക്കെ വേണ്ടേ? അതുകൊണ്ടാ ഇന്നും പോയി ഞാൻ ബാങ്കിൽ. ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര വലിയ കാശ് വേണം. മാത്രമല്ല 92,000 രൂപ പെർ മന്ത് വരുമാനമുള്ളൊരു മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്നില്ല. എന്തർത്ഥം? അദ്ദേഹത്തിൻ്റെ TM കൂടി കൂട്ടിയാൽ എന്താ 1.25 ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും. മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ലേ? വർഷങ്ങളായി പൊതുജനങ്ങളുടെ പണം കൊണ്ട് ജീവിക്കുന്ന സാറന്മാരോടാണ്. പാടത്ത് പണിയെടുക്കുന്ന കർഷകനും ആഗ്രഹങ്ങളും അവകാശങ്ങളുമുണ്ട്. വിനോദയാത്രയും വിശ്രമവും ഒക്കെ കഴിഞ്ഞെങ്കിലും അതുകൂടി പരിഗണിക്കണം. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.